രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചൂട് പിടിച്ചിരിക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പിയിൽ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം. അതിന്റെ സൂചനകളും അംഗപ്പുറപ്പാടും ചെറിയ രീതിയിൽ പുറത്തു വരാൻ തുടങ്ങിയിട്ടുമുണ്ട്. മറ്റു പാർട്ടികളിൽ നിന്നുള്ള ചെറിയ നേതാക്കളുടെ ഒഴുക്കാണ് ബി.ജെ.പിയിലേക്ക്. ഇത് ദിവസവും കൂടുന്നു എന്നല്ലാതെ കുറയുന്നില്ല. ഈ ചേക്കേറൽ വർദ്ധിക്കുമ്പോഴും പാർട്ടിയുടെ അടിത്തറയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചവരെ അവഗണിച്ചുകൊണ്ട് പുതുതായി ചേർന്നവർക്ക് നിയമസഭാ സീറ്റ് വാഗ്ദാനം ചെയ്യുന്നുവെന്ന ഒരു ആരോപണം സംഘടനയ്ക്കുള്ളിൽ തന്നെ കടുത്ത വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇത്തരം നീക്കങ്ങൾ പാർട്ടിയിലെ പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ തകർക്കുമെന്ന മുന്നറിയിപ്പ് ബി.ജെ.പി നേതാവ് ഡോക്ടർ ലെക്സൺ ഫ്രാൻസിസ് കല്ലുമാടിക്കൽ പരസ്യമായി കൊടുക്കുകയും ചെയ്തു. വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി ചൂടും ചുമയും സഹിച്ച പ്രവർത്തകരെ മാറ്റി നിർത്തി മിനിറ്റുകൾക്ക് മുൻപ് മെമ്പർഷിപ്പ് എടുത്തവർക്ക് സീറ്റ് നൽകുന്നത് സംഘടനാ ആത്മാവിനെ തന്നെ വെട്ടിക്കൊല്ലുന്നതിന് തുല്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. വ്യക്തിപരമായ ഹൈപ്പിന് വേണ്ടി മാത്രം പാർട്ടിയിൽ ചേർന്ന് സീറ്റ് ലക്ഷ്യമിടുന്നവരെ കുറിച്ച് സംസ്ഥാന നേതൃത്വം പുനഃപരിശോധന നടത്തണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എൻ.ഡി.എ ഘടക കക്ഷികളായി വലിയ സംഘങ്ങളുമായി പാർട്ടിയിൽ പ്രവേശിക്കുന്നവർക്കും ഒറ്റയ്ക്ക് ചേർന്ന് സീറ്റ് ആവശ്യപ്പെടുന്നവർക്കും തമ്മിൽ വ്യക്തമായ വ്യത്യാസം വേണമെന്നും ഡോക്ടർ ലെക്സൺ ചൂണ്ടിക്കാട്ടുകയാണ്. പുതുതായി വന്ന പലർക്കും 10 പേരെ പോലും പാർട്ടിയിൽ ചേർക്കാൻ കഴിയില്ല. അത്തരക്കാർക്ക് മുൻഗണന നൽകുന്നത് എന്ത് സന്ദേശമാണ് പ്രവർത്തകർക്ക് നൽകുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സംസ്ഥാന നേതാവ് അഡ്വക്കേറ്റ് എസ് സുരേഷ് പ്രവർത്തകരുടെ യോഗത്തിൽ നൽകിയ വാഗ്ദാനവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച നേതാക്കൾക്കും പ്രവർത്തകർക്കും അർഹിക്കുന്ന സ്ഥാനം നൽകുമെന്ന പ്രഖ്യാപനം പൂർണ്ണമായി പാലിച്ചിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിച്ച നിരവധി നേതാക്കളെ വ്യാജ ആരോപണങ്ങളുടെയും കേസുകളുടെയും പേരിൽ പിന്നോക്കം നിർത്തിയിട്ടുണ്ടെന്നുമാണ് അദ്ദേഹത്തിന്റെ ആരോപണം. കഴിവുള്ളവരെ വ്യാജ ആരോപണങ്ങളുടെ പേരിൽ പുറത്താക്കുമ്പോൾ ആരോപണ ഭാരമുള്ളവർക്ക് സംരക്ഷണം ലഭിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ആവശ്യമായാൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെ നേരിട്ട് കണ്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുമെന്നും വേണ്ടിവന്നാൽ കേന്ദ്ര നേതൃത്വത്തെയും സമീപിക്കുമെന്നും ഡോക്ടർ ലെക്സൺ പറയുകയാണ്. കേരളത്തിലെ ബി.ജെ.പിയുടെ ഭാവി ശക്തമാക്കാനാണ് താൻ ഇത്തരമൊരു തുറന്ന വിമർശനം നടത്തുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രവർത്തകരുടെ ആത്മവിശ്വാസം തളർത്തുന്ന തീരുമാനങ്ങൾ തുടർന്നാൽ അതിന്റെ രാഷ്ട്രീയ വില വലുതായിരിക്കുമെന്ന സൂചനകളോടെയാണ് ഇപ്പോഴത്തെ വിവാദം കനക്കുന്നത്.